ഇറാനിലെ മാറ്റം ഏകദേശം കംപ്ലീറ്റ് ആകാൻ പോവുകയാണ്. അതിന് ചിലപ്പം ദിവസങ്ങളോ മണിക്കൂറുകളോ മാത്രമേ എടുക്കുകയുള്ളൂ. അറിയുന്നത് അലി ഖമൈനി, ഒരു ആധ്യാത്മിക ഭരണകൂടത്തിൻ്റെ ഹെഡ്, 86 വയസ്സുണ്ട് അദ്ദേഹത്തിന്. അദ്ദേഹം ഒളിവിൽ പോയി എന്നാണ് അറിയാൻ സാധിക്കുന്നത്. കാരണം ടെഹ്റാനില് പ്രതിഷേധം ആളിക്കത്തുകയാണ്. ടെഹ്റാനിലും മഷാദ് എന്ന് പറയുന്ന ഹാർഡ് കോറായിട്ടുള്ള ഇസ്ലാമിക ക്ലർജീസ്, അതായത് ഷിയ ക്ലർജീസ് താമസിക്കുന്ന സിറ്റിയാണ്. അവിടെ ഉണ്ടാകുന്ന സംഭവങ്ങൾ സ്പഷ്ടമായിട്ട് പറയാം. നിങ്ങൾ കേൾക്കാൻ പോലും ഇന്ന് വരെ ചിലപ്പോൾ ജീവിതത്തിൽ നിങ്ങൾക്ക് കേട്ടുപോലും കാണില്ല. ഇസ്ലാമിക വിശ്വാസത്തിലുള്ള ഷിയ വിശ്വാസത്തിലുള്ള ഹാർഡ് കോറായിട്ട് ബിലീവ് ചെയ്യുന്ന നഗരങ്ങളിൽ മോസ്കുകളും പള്ളികളും അവരുടെ സെമിനാരീസ്, അത് പഠിപ്പിക്കുന്ന സെമിനാരി, അത് IRGCയുടെ ബിൽഡിങ്ങുകൾ, അവരുടെ ഫുഡ് സ്റ്റോറേജ്, അതിനെ അനുകൂലിക്കുന്നവർ അവരെ വേട്ടയാടുകയാണ്. പല പോലീസ് ഓഫീസേഴ്സിന് IRGCയുടെ പല നേതാക്കളും അവരൊക്കെ ഒളിവിലങ്ങ് പോയി. പല ആൾക്കാരും നാട് വിട്ടുപോയി. ഇതാണ് സ്ഥിതി. പ്രതിഷേധം അതേപോലെ ആളിക്കത്തുകയാണ്. അപ്പം ഇറാൻ എന്ന് പറഞ്ഞ ഒരു രാജ്യത്ത് നമ്മൾ വിശ്വസിക്കാൻ സാധിക്കുമോ? അവിടെയുള്ള ജനങ്ങൾ, അതായത് നിങ്ങൾക്കറിയാം, കഴിഞ്ഞ പ്രാവശ്യം ഹിജാബിൻ്റെ ഇഷ്യൂ വന്നു കഴിഞ്ഞപ്പോഴും ഞാനൊന്ന് വീഡിയോയിൽ പറഞ്ഞിരുന്നു, ഇറാൻ എന്ന് പറഞ്ഞ രാജ്യത്ത് വലിയ ചേഞ്ചസ് ഉണ്ടായിക്കൊണ്ടിരിക്കുകയാണ്. എല്ലാം നടക്കുന്നത് മുഴുവനും അണ്ടർഗ്രൗണ്ട് ആണ് മുഴുവനും. അന്നത് പറഞ്ഞു കഴിയുമ്പോൾ പല ആൾക്കാർക്കും വിശ്വാസം ഉണ്ടായില്ല. പക്ഷെ കാരണം വിശ്വസിക്കാൻ വലിയ പ്രയാസമാണ്. എന്തുകൊണ്ട് ഇതുണ്ടായി? കാരണം ഇറാൻ പോലെയുള്ള രാജ്യത്ത് ഹിജാബ് അവരുടെ ഒരു മതചിഹ്നമാണ്. സ്ത്രീകൾ ഹിജാബ് ഇടണം, പർദ്ദയിടണം, ഈ സംഭവങ്ങൾ. അതിനെതിരെ ഒരു വലിയ കൂട്ടം ജനങ്ങളും ചെറുപ്പക്കാരും പെൺകുട്ടികളും തെരുവിലിറങ്ങി കഴിഞ്ഞപ്പോഴാണ് ഇറാനിയൻ റെജീം, അതായത് IRGC, അവിടുത്തെ പട്ടാളവും പോലീസും അതിനെ വെടിവെച്ച് ഏകദേശം 450-600 പേരാണ് കൊല്ലപ്പെടുന്നത്. പല ആൾക്കാരെയും 5000-ലധികം പേരെയാണ് ജയിലിലിട്ടത്. എല്ലാവരുടെയും ധാരണ ഇത് ഒതുങ്ങി. അന്ന് ഞാൻ പറഞ്ഞത് ഒതുങ്ങിയിട്ടില്ല. ഇത് വലിയ രീതിയിൽ ഇതിൻ്റെ മറ്റൊരു രീതിയിലോട്ട് പോവുകയാണ്. ആ ടോപ്പിക് എന്തുകൊണ്ടാണ് ഇത് ഉണ്ടായത്, എന്താണ് ഇതിൻ്റെ പിറകിലുള്ള വലിയ സംഭവം, അതൊരു $1 മില്യൺ ക്വസ്റ്റ്യൻ തന്നെയാണ്. എന്തുകൊണ്ട് ഇതുണ്ടായി ഇറാൻ പോലെയുള്ള രാജ്യത്ത്? നേരത്തെ ഇതേപോലെ പല പ്രക്ഷോഭങ്ങളോ അതും ഇതൊക്കെ ഉണ്ടായിട്ടുണ്ട്. പക്ഷെ ഈ കഴിഞ്ഞ 2-3 അല്ലെങ്കിൽ 3-4 വർഷത്തില് ഇറാനിൽ ഉണ്ടാകുന്ന പ്രക്ഷോഭം അതൊന്നും ഈ പറയുന്ന ഇസ്ലാമിക ഷിയ വിശ്വാസികൾ അവരെന്തിനാ ഇസ്ലാമിനെതിരെ തിരിയുന്നത്? ഇതാണ് ചോദ്യം. എന്തുകൊണ്ടാണ് അവര് അവിടെയുള്ള മന്ത്രിമാർക്കെതിരെ അല്ല തിരിയുന്നത്? മസൂദ് പെഷഷ്കാനെ ഒരു വാക്ക് പറയുന്നില്ല. എല്ലാരും പറയുന്ന അവിടെ ഡിക്റ്റേറ്റർ, അതായത് ഖമേനി ദത്ത്, അയാൾ ചാവണം. എന്തുകൊണ്ടാണ് മറ്റു മന്ത്രിമാരെ IRGC ഡത്ത് എന്ന് പറഞ്ഞാൽ അത് ഖമേനിയുടെ നേരിട്ട് പിന്തുണയോടുകൂടി പ്രവർത്തിക്കുന്നതാണ്. എന്താണ് ഖമേനി ഡത്ത്, ഇസ്ലാം ഡത്ത്, ഷിയ ഡത്ത് എന്ന് പറയുന്ന കാര്യം എന്താ? ഇതാണ് ചോദ്യം. മറ്റൊരു സംഭവം എന്ന് പറയുന്നത് അമേരിക്ക തയ്യാറായിട്ടിരിക്കുകയാണ്. ഇറാൻ-ഇറാഖിൻ്റെ ബോർഡറിൽ, കാരണം അമേരിക്കയ്ക്ക് ഇറാഖിൻ്റെ ബോർഡറിൽ, ഇറാൻ-ഇറാഖ് ബോർഡറിൽ ബേസ് ഉണ്ട്. അമേരിക്കയുടെ 101 എയർബോൺ ഡിവിഷൻ, ഏകദേശം 4000-ഓളം പട്ടാളക്കാർ, മറ്റുള്ളിടത്തും ഒന്നും എയർക്രാഫ്റ്റ് എല്ലാം തയ്യാറായിട്ടിരിക്കുകയാണ്. എന്തെങ്കിലും സംഭവമാണെങ്കിൽ അവരിത് ക്യാപ്ചർ ചെയ്യും. അതാണ് പറഞ്ഞത്, ദിവസങ്ങളും മണിക്കൂറുകളും മാത്രമേ ഉള്ളൂ. അമേരിക്ക പറഞ്ഞിട്ടുണ്ട്, ഷിയ ഭരണകൂടവുമായി ബന്ധപ്പെട്ട ടോക്സിൽ പറഞ്ഞിട്ടുണ്ട്, ത്രൂ ഖത്തർ നേരിട്ട് ഇപ്പൊ സംസാരിക്കുന്നുണ്ട്. അവരോട് പറഞ്ഞിട്ടുണ്ട് അത് ഈ ഖമേനിയോട് പൊയ്ക്കോളാൻ പറഞ്ഞു. പക്ഷെ അയാളോട് മാക്സിമം പിടിച്ചു നിൽക്കാൻ ശ്രമിക്കുകയാണ്. കാരണം അയാൾക്കറിയാം പോയി കഴിഞ്ഞാൽ ഇതോടെ തീരുകയാണ്.
അതേപോലെയാണ് പ്രക്ഷോഭം ഡേ ആൻഡ് നൈറ്റ് എന്ന് പറയുന്നത്. നിങ്ങൾ ശ്രദ്ധിച്ചോണം. ഈ ഒരു വീഡിയോ കാണുമ്പോൾ നിങ്ങൾക്ക് മനസ്സിലാകും, നേരത്തെ അവരുടെ ഫേസ് അവർ മുന്നിൽ കാണിക്കാൻ തയ്യാറായിരുന്നു, ഭയന്നിട്ട്, പേടിയായിരുന്നു. കാരണം ഇപ്പൊ കണ്ടൊരു പെൺകുട്ടി സിഗരറ്റ് വലിച്ചിട്ട് ഖമേനിയുടെ ആ പിക്ചറ് കത്തിച്ചിട്ട് നിലത്തിട്ട് ചവിട്ടുന്നു. മറ്റൊരു സ്ത്രീ, ഒരു ചെറിയ വീഡിയോക്കകത്ത് കാണാം, അവരുടെ ഇവിടെ രക്തം ഒഴിക്കുന്നുണ്ട്. അവർ പറയുന്നു അവർക്ക് ഭയമില്ല. ഇറാനിലാണ് നടക്കുന്നത്. അതാണ് ആലോചിക്കേണ്ടത്. ഇറാനിൽ കട്ടറായിട്ട് അയൺ ഫിസ്റ്റ്, ഇരുമ്പ് മറയ്ക്കുള്ളിൽ ഭരണം നടത്തുന്ന ഇറാനിൽ, ടെഹ്റാനിലും ഏകദേശം 30ഓളം പ്രൊവിൻസുകളിലും പല സിറ്റികളിലും 270 മറ്റുള്ള സിറ്റികളിലും ചില ചെറുതും വലുതുമായ കംപ്ലീറ്റ് ആയിട്ട് അങ്ങ് വൈഡ് സ്പ്രെഡായി. ഇതാണ് ഞാൻ പറഞ്ഞു, ഇവരുടെ കയ്യിൽ നിന്നും പോയ ഗെയിമായത്. ഇനി ഇവർക്ക് എത്രമാത്രം പിടിച്ചു നിൽക്കാൻ സാധിക്കും? അതാണ് ചോദ്യം. 30% കണക്കുകൾ വരുന്നത് 30% ഇറാനിയൻ ജനത പട്ടിണിയിലാണ്. ചോദ്യമുണ്ട്, എന്തുകൊണ്ട് പട്ടിണിയിലായി? അതാണ് ഈ മതഭരണം എന്ന് പറഞ്ഞ സാധനം. ക്രൂരതയാണ്. കാരണം ജനാധിപത്യം പേരിന് മാത്രമേ ഉള്ളൂ. കേരളത്തിലെ ഞാൻ ചില മീഡിയ ഡിസ്കഷനിലൊക്കെ കരുതുന്നുണ്ട്, ഇറാൻ ഭയങ്കര പ്രോഗ്രസീവാണ്, അതാണ് ഇതാണ് എന്നൊക്കെ പറഞ്ഞു കഴിഞ്ഞപ്പോൾ ഇറാനിൽ പോയിട്ടുള്ള ഒരാളാണ് ഞാൻ. നല്ല ജനതയാണ് ഇറാനിയൻ. ഈ പറയുന്ന ഗൾഫ് രാജ്യങ്ങളെ അപേക്ഷിച്ച് ഐക്യു ആണെങ്കിലും പഠനകാര്യത്തിലുമാണെങ്കിലും അറബ് രാജ്യങ്ങളെക്കാളും വളരെ മുമ്പിലാണ് പേർഷ്യൻ സംസാരിക്കുന്ന ഈ കമ്മ്യൂണിറ്റി, ഇറാനിയൻ കമ്മ്യൂണിറ്റി. അവിടെ കർഡിഷ് ഉണ്ട്. പക്ഷെ അവർ മതം എന്ന സംഭവത്തിന്റെ പേരിൽ അവർ നാശക്കോടാലിയായി. ഇനി ഞാൻ യഥാർത്ഥ ഇഷ്യൂയിലോട്ട് വരൂ. എന്തുകൊണ്ടാണ് ഇവർക്ക് ധൈര്യമായിട്ട് മുന്നിൽ വരുന്നത്? അവർക്ക് മുഖം കാണിക്കാനും അത് കത്തിക്കാനും പോലീസുകാരിലെ പകുതിയോളം ഇവരുടെ കൂടെ ചേരുന്നു. IRGC അതിൻ്റെ പല ലീഡേഴ്സും ഇവരുടെ പ്രക്ഷോഭകാരികൾക്ക് അനുകൂലം. അതുകൊണ്ടാണ് പട്ടാളം സ്ട്രീറ്റിൽ ഇറങ്ങാത്തത്. ഏത് സമയത്താണ് ഈ അലി ഖമൈനി അയാളുടെ കൂട്ടരൊക്കെ താമസിക്കുന്ന അവിടെ കയറി പിടിച്ച അയാളെ പ്രോസിക്യൂട്ട് ചെയ്യുവോ ജനങ്ങള്? അതിലോട്ടാണ് കാര്യങ്ങൾ പോകുന്നത്. ചില സീനിയർ പോലീസ് ഓഫീസർ കാറിൽ പോകുന്നവരെ വെടിവെച്ച് കൊല്ലുന്നു. പല ജുഡീഷ്യൽ ഓഫീസേഴ്സ് അവിടുന്ന് മുങ്ങി. പല ജഡ്ജിമാർ, ഏറ്റവും ക്രൂരന്മാരായ ജഡ്ജിമാരാണ്. അതാണ് ഞാൻ പല ആവർത്തി പറഞ്ഞത്, ഇറാൻ എന്ന് പറഞ്ഞ രാജ്യം മാറും. ഇത് ഞാൻ യഥാർത്ഥ സംഭവത്തിലോട്ട് പോവുകയാണ്. എന്തുകൊണ്ടാണ് ഇറാനിൽ ഇപ്രാവശ്യം കഴിഞ്ഞ 2-3 വർഷം മുമ്പ് ഹിജാബിന്റെ പ്രതിഷേധമൊക്കെ ഉണ്ടാകുമ്പോഴും ഇത്ര ശക്തമായിട്ട് ഈ പ്രതിഷേധം നടത്തുന്നതിന്റെ കാര്യമുണ്ട്? യഥാർത്ഥ കോർ ഇഷ്യൂയിലോട്ടാണ് പോകുന്നത്. ഇവര് കാണിച്ച മണ്ടത്തരം എന്ന് പറയുന്ന ഇസ്ലാമിക് റവല്യൂഷൻ, അതായത് കഴിഞ്ഞ 38-40 വർഷം മുമ്പ് അവിടുന്ന് ഷിയായി റവല്യൂഷൻ, കൾച്ചറൽ റവല്യൂഷൻ എന്നാണ് ഇതിനെ ഗ്ലോബലായിട്ട് പറയുന്നത്. പക്ഷെ ഇസ്ലാമിക റവല്യൂഷനാണ്. ഇതിനു ശേഷം അവിടെ ഖമൈനി വരുന്നു, അയത്തുള്ള ഖമൈനി വരുന്നു. അയത്തുള്ള ഖമൈനിയുടെ ഹിസ്റ്ററി എടുക്കുകയാണെങ്കിൽ ലക്നൌവിൽ നിന്ന് പോയെന്നാണ് പറയുന്നത്. അതിനെപ്പറ്റി ഡീറ്റെയിൽസ് ഒക്കെ പലയിടത്തും എഴുതിയിട്ടുണ്ട്. എവിടുന്ന് പോയി അവിടെ പോയി പിന്നീടാണ് ഇതൊക്കെ ഉണ്ടാകുന്നത്. കാരണം ലക്നൗ എന്ന് പറയുന്ന മുസ്ലിംസ് എന്ന് പറഞ്ഞാൽ ഷിയ മുസ്ലിംസ് ആണ് ഏറ്റവും കൂടുതൽ. അവർ സുന്നികളുമായിട്ട് യോജിച്ചു പോകുന്നതുമില്ല, കട്ടറുമാണ്. അപ്പോഴ് അവിടെ ഉണ്ടായിരുന്ന ലിബറലായിട്ടുള്ള ഈ ഖമൈനിയെ ഒന്നും താല്പര്യമില്ലാത്ത പല ആൾക്കാരും, റസവി പലവാഷ ആ ഫാമിലിയുമായിട്ട് ബന്ധപ്പെട്ടവരും ഏകദേശം അതിനെ അനുകൂലിച്ച് ഏകദേശം 1-1.5 ലക്ഷം പേര് ലോകത്തിൻ്റെ വിവിധ ഭാഗങ്ങളിലോട്ടങ്ങ് പോയി. ഇതാണ് കാണിച്ച മണ്ടത്തരം, മടയത്തരം എന്ന് പറഞ്ഞത്. ഇവര് ലോകത്തിൻ്റെ വിവിധ ഭാഗത്തിലും കാനഡയിലും മറ്റുള്ള യൂറോപ്യൻ രാജ്യങ്ങളിലും അമേരിക്കയിലൊക്കെ പോയിട്ട് ഇവരിലുണ്ടായ ചേഞ്ച് എന്ന് പറയുന്നത് ഇവരിൽ വലിയൊരു ശതമാനം ക്രിസ്ത്യൻ കമ്മ്യൂണിറ്റിയായി, പ്രത്യേകിച്ച് പ്രൊട്ടസ്റ്റന്റ് ഇവാഞ്ചലിക്കൽ കമ്മ്യൂണിറ്റിയായി. ഉറപ്പായിട്ട് അവരുടെ നാട്ടിൽ വരും. അവരുടെ ബന്ധുക്കളെയും മറ്റുള്ളവരെയും ഇവരങ്ങ് കൺവേർട്ട് ചെയ്തു. പിന്നെ അണ്ടർഗ്രൗണ്ട് ചർച്ചായി.
മനസ്സിലാക്കുക കൃത്യമായിട്ട്. അറബ് രാജ്യങ്ങളിലാണെങ്കിലും അതേപോലെ വെസ്റ്റ് ഏഷ്യ, മിഡിൽ ഈസ്റ്റ് ഏഷ്യയിൽ ഏറ്റവും കൂടുതൽ കൺവേർഷൻ നടക്കുന്ന രാജ്യം ഇറാനാണ്. മാസീവാണ് ഈ സംഭവം. ഞാൻ പറഞ്ഞ എല്ലാ അണ്ടർ ഗ്രൗണ്ട് ചർച്ചകളാണ്. പക്ഷേ ഈ പ്രക്ഷോഭം നടക്കുന്ന സമയത്ത് പല ആൾക്കാരോടും ഞാൻ സംസാരിച്ചു കഴിഞ്ഞപ്പോൾ, ഒരു മലയാളി, എൻ്റെ സുഹൃത്തിൻ്റെ സുഹൃത്താണ്, അയാൾ അവിടുന്ന് ഈ ഡ്രൈ ഫ്രൂട്ട്സും കാർപ്പറ്റും, ടർക്കിയിൽ നിന്ന് കാർപ്പറ്റ് ഇവിടുന്നൊക്കെ ഒരു കച്ചവടം നടന്ന് ഇന്ത്യയിലെ പല ഹോട്ടലിലൊക്കെ കൊടുത്ത് മലപ്പുറംകാരൻ. അയാൾ തന്നെ എൻ്റെ ആ സുഹൃത്തിനോട് പറഞ്ഞത്, ഇറാനിലെ പ്രശ്നം അവിടുത്തെ ഈ പുതിയതായിട്ട് വന്ന ഇവാഞ്ചലിക്കൽ പെൻഡക്കോസ്റ്റ് ക്രിസ്ത്യാനികളാണ് പ്രശ്നം. അവരാണ് ഈ ധൈര്യം കാണിക്കുന്നത്. അവിടെയാണ് കേരളത്തിലെ മുൻ DGP ആയ സെൻകുമാർ എന്ന് പറഞ്ഞ വേട്ടാവളിയും ചോദിച്ചത്, ഇവരെന്തുകൊണ്ട് മുസ്ലിം രാജ്യങ്ങളിൽ പോകുന്നില്ല? അയാൾക്ക് ഈ കുന്തമൊന്നും അറിയത്തില്ല. അയാൾക്ക് ഗ്ലോബലായിട്ട് കിടക്കുന്ന മാനത്തെ പറ്റി എന്ന് പറയുന്നത് പാകിസ്ഥാനിലുണ്ട്. അത് ട്രംപ് വന്നതിന്റെ പേടിയിലാണ് ആദ്യമായിട്ട് പാകിസ്ഥാൻ ഗവൺമെന്റ് സ്പോൺസേഡ് ക്രിസ്മസ് റാലി നടത്തിയത്. അസിം മുനീർ പ്രാർത്ഥിക്കാൻ പോയി പള്ളിയിൽ ക്രിസ്മസ് മെസ്സേജ് കൊടുക്കാൻ. അപ്പൊ അയാൾക്ക് ഇതിനെപ്പറ്റി ചുമ്മാ വിടുവാത്ര അയാൾ പറയുക. ഇറാൻ എന്ന് പറഞ്ഞ രാജ്യത്ത് ഈ പ്രതിഷേധം നടത്തിയതിന് നേതൃത്വം കൊടുക്കുന്നത് ഇവാഞ്ചലിക്കൽ ക്രിസ്ത്യൻ ബിലീവേഴ്സാണ്. അതുകൊണ്ടാണ് അവർ മുസ്ലിം പള്ളി തകർക്കുന്നത്. ഷിയ ഇസ്ലാമിക ബിലീവ്സ് ഉള്ള ആരെങ്കിലും അവിടുത്തെ ഒരു മുസ്ലിം പള്ളിയോ സെമിനാരിയോ കത്തിക്കൂ? നിങ്ങൾ അത് കോമൺ സെൻസ് ആലോചിച്ച് നോക്കണം. കത്തിക്കൂ. കാരണം അവർക്കിതുമായിട്ട് ബന്ധമില്ലാതായി. അതാണ് ഇതിൻ്റെ കാര്യം. അതുകൊണ്ടാണ് അവര് അവിടെ ഇസ്ലാമിക സംഭവത്തെയാണ് കയറി പിടിച്ചേക്കുന്നത്. അതാണ് ഞാൻ പറഞ്ഞത്. അതിൻ്റെ അവിടുത്തെ പോലീസിലുണ്ടായി ഈ സംഭവം, മാറ്റം ഉണ്ടായി. അവിടുത്തെ IRGC ഏകദേശം വെർട്ടിക്കലായിട്ട് 2 രീതി നിൽക്കുകയാണ്. അതുകൊണ്ടാണ് ഖമൈനി പറഞ്ഞിട്ട് അവിടുത്തെ പോലീസ് ഒന്ന് റിയാക്ട് ചെയ്യാതെ ഏകദേശം 10 200 അല്ലെങ്കിൽ 50 പേര് പറഞ്ഞ് 200 പേരോളം കൊല്ലപ്പെട്ടതില് ഇതിൽ 10 70 പേരോട് പോലീസുകാരാ. പോലീസ് ഭയന്നു പോയി. കാരണം പോലീസിനകത്തുകൊണ്ട് ഈ പറയുന്ന കൺവേർട്ടഡ് ക്രിസ്ത്യൻസ്. ഞാൻ കഴിഞ്ഞ വർഷം ഒരു വീഡിയോ പറഞ്ഞു, അവിടുത്തെ ക്രിസ്മസ് ആഘോഷം പരസ്യമായിട്ട്. എന്തുവാ ഇതിന്റെ കാരണം? എന്താ? നേരത്തെയും ഇറാനിൽ ഇതേപോലെ പറയുന്ന ക്രിസ്ത്യൻസ് ഉണ്ട്. ചെറിയ രീതിയിൽ ചെറിയ ജൂയിഷ് കമ്മ്യൂണിറ്റി ഉണ്ട്, ചെറിയ രീതിയിൽ. പക്ഷെ ഇവാഞ്ചലിക്കൽ ക്രിസ്ത്യൻ എന്ന് പറയുന്ന കഴിഞ്ഞ 15 കൊല്ലം കൊണ്ടുണ്ടായ സംഭവം അവിടെ വിസിബിളായി ഇപ്പോഴും. അതാണ് അതിന്റെ കാരണം. ഇഷ്ടം പോലെ കാനഡയിൽ ഇവാഞ്ചലിക്കൽ പാസ്റ്റേഴ്സ് ഉണ്ട്, ഇറാനിൽ നിന്ന് വന്നവര്. കാരണം മനസ്സിലാക്കേണ്ടതാണ്, ഇറാനിയൻസ് എന്ന് പറയുന്നത് അറബ്സ് പോലല്ല. അവർ സയൻസ് ആൻഡ് ടെക്നോളജി ആണെങ്കിൽ, പഠന കാര്യത്തിലാണെങ്കിൽ, ആർട്ടിന്റെ കാര്യത്തിലാണെങ്കിലും അവർ വളരെ മുന്നിൽ നിൽക്കുന്നൊരു ഇറാനിയൻസ്. കാരണം അവർ വളരെ, അതാണ് ഈ പേർഷ്യ എന്ന് പറഞ്ഞ് പണ്ട് അവിടെ പോയത്. അതാണ് ഏറ്റവും വെസ്റ്റ് ഏഷ്യയിൽ ആദ്യം ഡെവലപ്പ് ചെയ്ത രാജ്യം എന്ന് പറയുന്നത്. പിന്നീട് ഇസ്ലാമിക റവല്യൂഷൻ വന്നിട്ടാണ് നശിച്ചു പോകുന്നത്, രണ്ടാമത്തെ വരവിൽ. ഇതാണ് ഏറ്റവും കൂടുതൽ ഇറാനിയൻ ഭരണാധികാരികൾക്ക് ഭയം. അതുകൊണ്ടാണ് അലി ഖമേനി കഴിഞ്ഞ ഇന്നലെ വെള്ളിയാഴ്ച അവരുടെ നമാസ് ചെറിയൊരു കൂട്ടം ആൾക്കാർ, അല്ലെങ്കിൽ വലിയ കൂട്ടത്തെയാണ് അദ്ദേഹം അഭിസംബോധന ചെയ്യുന്നത് പബ്ലിക് ഇതായിട്ട്. ഇപ്രാവശ്യം ചെറിയൊരു കൂട്ടമേ ഉള്ളൂ, അതും മാക്സിമം കൊണ്ടുവന്ന് അവരെ അവിടെ പ്രതിഷേധക്കാർ അതിന് പോയവരെ വേട്ടയാടുകയാണ്. അവരോട് പറഞ്ഞത് അമേരിക്കൻ പ്രസിഡന്റ് ഡൊണാൾഡ് ട്രംപും ഇസ്രായേലുമാണ് പിറകിൽ. ഇതാണ് അതിൻ്റെ കാര്യം. ബേസിക്കലി ക്രിസ്ത്യൻ കമ്മ്യൂണിറ്റിയാണ്, അതായത് പുതിയതായിട്ട് കൺവേർട്ട് ചെയ്തത് ക്രിസ്ത്യൻ കമ്മ്യൂണിറ്റിയാണ് ഈ പ്രൊട്ടസ്റ്റ് ഹാൻഡിൽ ചെയ്യുക. അതുകൊണ്ടാണ് നിങ്ങൾ ശ്രദ്ധിച്ചു കാണും, അതിനകത്ത് സ്ത്രീകൾക്ക് ഭയമില്ല, അവർക്ക് പേടിയില്ലാതായി. അല്ലെങ്കിൽ ഇസ്ലാമിക വിശ്വാസികൾ ഉണ്ടായിരുന്നുവെങ്കിൽ അവർക്ക് ഭയമുണ്ടായേനെ. കാരണം അവരുടെ മതവും പരിപാടി, അതിനെതിരെ എങ്ങനെ പ്രതികരിക്കുക, എങ്ങനെ ഒരു മുസ്ലിം മോസ്ക് കത്തിക്കാൻ സാധിക്കും, എങ്ങനെ സെമിനാരി കത്തിക്കാൻ സാധിക്കും, ചോദ്യങ്ങളല്ലേ. ഇതുമായിട്ട് അട്ടറുമായിട്ട് ഭയങ്കരമായിട്ട് എതിർക്കുന്ന കമ്മ്യൂണിറ്റി ആയിട്ട് മാറി. കാരണം ഇവരെ ഭയങ്കരമായിട്ട് പീഡിപ്പിച്ചു. എത്ര പേര് ജയിലിലിട്ടു. ഈ ജയിലിലിട്ടവർ ഈ ഇതെല്ലാം ചെയ്തിട്ട് പോലും
ഇതിനെ ഒതുക്കാൻ പറ്റുന്നില്ല. അതുകൊണ്ടാണ് ഞാൻ ഇന്ത്യൻ വീര്യമായിട്ട് ക്രിസ്മസ് അറ്റാക്കും കേരളത്തിലെ ഇന്ത്യയിലെ പല നോർത്ത് ഇന്ത്യൻ സ്ഥലങ്ങളിലും ക്രിസ്ത്യൻസിനെ അറ്റാക്ക് ചെയ്തപ്പോൾ ഞാൻ പറയും, പ്രത്യേകിച്ച് പെന്തക്കോസുകാരെയൊക്കെ അറ്റാക്ക് ചെയ്തപ്പോൾ ഞാൻ പറഞ്ഞതിൻ്റെ കാര്യം, നിങ്ങൾ ഉദ്ദേശിക്കുന്നതല്ല. അവിടെ എവിടെ പെർസിക്യൂഷൻ ഉണ്ടാവുന്നോ അവരവിടെ ഫ്ലറിഷ് ചെയ്യും. ഇത് വലിയ രീതിയിൽ അത് നോക്കി കണ്ടോണം. ഇത് സംഭവം ഇതിനെപ്പറ്റി പഠിച്ചോണം. നിങ്ങൾ അവിടെ ഇവിടെ അറ്റാക്ക് ചെയ്തോണ്ട് ഇറാനെ പോലെയൊന്നും ഇന്ത്യ ചെയ്യാൻ പറ്റത്തില്ല. പറ്റില്ല. പാകിസ്ഥാനി ചെയ്ത പോലെ ഇന്ത്യ ചെയ്യാൻ പറ്റത്തില്ല. ഗ്ലോബൽ അറ്റൻഷൻ വരും. കൊല്ലുക, അത് ചെയ്യുക, ഇത് ചെയ്യുക, കൊണ്ടുപോവുക. എത്ര പേരെയാണ് കൈയും കാലും തലയും വെട്ടിക്കളഞ്ഞത്. പക്ഷെ അത് അതിഭയങ്കരമായിട്ട് ഗ്രോ ചെയ്തു. അവിടുത്തെ സ്റ്റുഡൻസിനും പുതിയ ജനറേഷൻ്റെ ഇടയ്ക്കും പിന്നെ ഡിജിറ്റല് ഇതൊക്കെ അങ്ങ് മാറി. വലിയ നിയമങ്ങളാണ് ഇറാനിലുള്ളത്. ആ നിയമത്തെ അവർ ബ്രേക്ക് ചെയ്തത് ഗ്രോ ചെയ്തു. പിന്നീടാണ് ഇന്ത്യയെ ഗ്രോ ചെയ്യാൻ പറ്റാത്തത്. നിങ്ങൾ മനസ്സിലാക്കണേ, ഇന്നത്തെ കാത്തലിക്സിന് റോളില്ല. അവർ കൺവേർഷനൊന്നും പോകത്തൊന്നുമില്ല. അവരീ പറയുന്ന ഗോസ്പലൊന്നും പറയത്തില്ല. പക്ഷെ പെന്തക്കോസ്തുകാരും ഇവാഞ്ചലിക്കലും പ്രൊട്ടസ്റ്റന്റ് അവരിത് പറയും. അതാണ് സ്പ്രെഡ് ചെയ്ത്. അതിൻ്റെ ബലമാണ് ഈ കാണിച്ചേക്കുന്നത്. അതുകൊണ്ടാണ് അമേരിക്ക കയറി ഇടപെടുന്നത്. അതുകൊണ്ടാണ് ബെഞ്ചമിൻ നെതന്യാഹു സ്റ്റേറ്റ്മെന്റ് കൊടുത്തത്, ലോകത്തിലെവിടെങ്കിലും ക്രിസ്ത്യാനികളെ അറ്റാക്ക് ചെയ്താൽ ഇസ്രായേലും കൂടെ കാണും. അതിൻ്റെ കാര്യം അത്. നിങ്ങൾ ശ്രദ്ധിച്ചോ? ഈ പറയുന്ന പ്രൊട്ടസ്റ്റേഴ്സ് ഹൈലൈറ്റ് ചെയ്യുന്ന അമേരിക്കയും ഇസ്രായേലിനെയാണ്. കാരണം എങ്ങനെ? ഇവർ കൺവേർട്ടഡ് ക്രിസ്ത്യനാണ്. ഈ ക്രിസ്ത്യൻസിൻ്റെ ഇടയ്ക്ക് ഇസ്രായേൽ എന്ന് പറയുന്ന ഹോളി ലാൻഡ്. ഇതാണ് ആ ഗെയിം പ്ലാൻ. നോക്കിയാണ് ഇവിടുന്ന് എങ്ങോട്ട് മാറ്റി മറിച്ച് ഉദ്ദേശിക്കുന്നതിൻ്റെ അപ്പുറത്തോട്ട് ഇതങ്ങ് പോയി. ഇതാണ് ഗെയിം. ഇത് മനസ്സിലാക്കി. ഇത് ഇന്ത്യൻ ഭരണാധികാരികളും മനസ്സിലാക്കുക. കാരണം ഇതിൻ്റെ റൂട്ട്സ് ഉണ്ട്, നെറ്റ്വർക്ക് ഉണ്ട്, പല സംഭവങ്ങളുണ്ട്. ഞാൻ അതിലോട്ട് ഇന്ത്യൻ കാര്യത്തിലോട്ടല്ല പോകുന്നത്. ഇപ്പം പല ആൾക്കാരും അതിൻ്റെ ഇടയിൽ ഈ പല സംഘപരിവാറുകാരും ഈ ഹാർഡ് കോറായിട്ടുള്ള ഹിന്ദുത്വക്കാരും പറയുമ്പോഴൊക്കെ ഞാൻ വളരെ സൈലൻ്റായിട്ട് റെസ്പോണ്ട് ചെയ്ത കാര്യം പറയാം. കാരണം എനിക്കിതറിയാം. ഗ്ലോബലായിട്ട് വായനയും പഠനവും ഉള്ളവർക്ക് മനസ്സിലാകും ഇത് പെനട്രേറ്റ് ചെയ്യും. ഇറാനിലാണ് പെനട്രേറ്റ് ചെയ്തത്. അതിൻ്റെ പേരിൽ ഷിയ ഭരണകൂടം തെറിക്കാൻ പോവുകയാണ്. ഇത്രയും വർഷങ്ങളായിട്ട് പലതും ഉണ്ടായിട്ടുണ്ട്. പക്ഷെ അതിൻ്റെ പരിധി വരെ, അത് കഴിഞ്ഞാൽ പിന്നെ അത് പോവും. ഇത് എക്സിസ്റ്റ് ചെയ്യുന്നു. ഫർദർ ഇത് എക്സ്പാൻഡ് ചെയ്ത് മുഴുവനായിട്ട് ക്യാപ്ചർ ചെയ്ത് പോവുകയാണ്. പല സിറ്റികളും പിടിച്ചു പോവുകയാണ്. ഗ്ലോബലായിട്ട് പല രാജ്യങ്ങളും ഇറാനെ താക്കീത് കൊടുത്ത് പ്രൊട്ടസ്റ്റേഴ്സിനെ വെടിവെക്കരുത്. എന്നിട്ട് അവർ വെടിവെച്ചു. പല ആൾക്കാരെയും കൊല്ലപ്പെട്ടു. പക്ഷെ അത് വീണ്ടും എക്സ്പാൻഡ് ചെയ്ത് വളരെ തീവ്രമാവുകയാണ്. ഗവൺമെൻറ് ബിൽഡിങ്ങുകളും ആദ്യം ഇതുമൊക്കെ അങ്ങ് കത്തിക്കുക. ഇതെല്ലാം IRGCയുമായിട്ടുള്ള കണക്ഷനാണ്. അതിൻ്റെ പേരിലാണ് ഇത് ചെയ്യുന്നത്. ഏറ്റവും കൂടുതൽ മുസ്ലിം പള്ളികൾ കത്തിച്ച മഷാദിലാണ്. ഇർഷിഫാൻ അവിടെ കത്തിച്ചു. അയത്തുള്ള ഖൊമേനിയുടെ നാട്ടിലെ അദ്ദേഹത്തിൻ്റെ മ്യൂസിയം അടിച്ചു പൊളിച്ചു, അത് കത്തിച്ചു. സുലൈമാനിയ, അത് IRGCയുടെ കോഡ് എന്ന് പറഞ്ഞ അതിൻ്റെ നേതാവ്, അയാളുടെ മുഴുവൻ സ്തൂപം, അയാളുടെ സ്റ്റാച്യു അത് കത്തിച്ചു. ഇതൊരു ഇറാനിയൻ, ഒരു ഷിയ ബിലീവ് നേരത്തെ ഉള്ളവർ അവർ ചെയ്യത്തില്ല. ഇത് അവർക്ക് ചെയ്യാം. കാരണം അവരുടെ ഇതല്ലേ ചെയ്യുന്ന കാര്യം. ഇവർ കൺവേർട്ടഡ്. ഇതുകൊണ്ടാണ് ഈ സംഭവം ഉണ്ടായത്. വീണ്ടും പറയാൻ പോകുന്നൊരു കാര്യം എന്ന് പറയുന്നത്, ഇറാനിലെ ഈ സംഭവം മുന്നോട്ട് പോകും. എത്ര അടിച്ചമർത്തിയാലും, കുറച്ച് അമർന്നാലും കുറച്ച് വന്നാലും ഇത് മുന്നോട്ട് പോകും. ഇതിവർ ക്യാപ്ചർ ചെയ്യും. പല ഇറാനിയൻ ലീഡേഴ്സും അയത്തുള്ള ഖൊമൈനിയുമായിട്ടുള്ള പലരും ലെബനനിലോട്ടും അങ്ങോട്ടും ഇങ്ങോട്ടൊക്കെ ഓടിപ്പോയിട്ടുണ്ട് പേടിച്ചിട്ട്. കാരണം ഒരു കാര്യം പറയാം, അവിടെ പ്രൊട്ടസ്റ്റേഴ്സ് അത് പിടിച്ചെടുക്കുകയും പുതിയതായിട്ട് അവിടെ ഭരണകൂടം വന്നു കഴിഞ്ഞ് ഇറാൻ എന്ന് പറഞ്ഞ രാജ്യം മിഡിൽ ഈസ്റ്റ് വെസ്റ്റ് ഏഷ്യയിൽ ഏറ്റവും പവർഫുൾ രാജ്യം, എക്കണോമിക് പവർഫുൾ രാജ്യമായിട്ട് മാറും. കാരണം മിടുമിടുക്കന്മാരാണ് ഇറാനിയൻസ്. അതിനെ അമേരിക്കയെ സപ്പോർട്ട് ചെയ്യും, ഇസ്രായേലിനെ സപ്പോർട്ട് ചെയ്യും. കാരണം അതിനെ മറ്റൊരു രാജ്യമായിട്ടാണ് മാറ്റും. ഇതാണ് അതിൻ്റെ പ്രാധാന്യം. അതായത് നമ്മൾ നോക്കുകയാണെങ്കിൽ ഇറാനിലുണ്ടാകുന്ന മാറ്റം എന്ന് പറഞ്ഞൊരു ഗ്ലോബൽ മാറ്റം തന്നെയായിരിക്കും.
അതാണ് ലോകം നിരീക്ഷിക്കുന്നത്. കാരണം ഇപ്പോൾ ഗ്ലോബൽ മീഡിയ മുഴുവൻ ഇറാനിലോട്ട് പോയി. കാരണം അവിടെ ഉണ്ടാകാൻ പോവുകയാണ് ഇറാനിയൻ ഭരണകൂടത്തിന്, അതായത് ഇപ്പോൾ ഷിയ ഭരണകൂടത്തിന് ക്ലച്ചസ് ഇല്ലാതായി പ്രതിഷേധക്കാർ മുഴുവൻ ഡോമിനേറ്റ് ചെയ്യുന്നു. നോക്കിയിരിക്കാം വരാനുള്ള ദിവസങ്ങളിൽ എന്താണ് അവിടെ സംഭവിക്കാൻ പോകുന്നത്.